സ്മിതയെ വിളിക്കാം. സ്മിത വരും. ഓക്കെ സ്മിത വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ഗ്രാൻഡ് മദേഴ്സ് റെസിപ്പി കൊണ്ടുവന്നിരിക്കുകയാണ്. കപ്പപ്പുട്ടും ഉതിരം ഉണക്ക കപ്പപ്പുട്ടിന് പറയാം. എന്താ പറയുക? ഉതിര് ഉണക്ക കപ്പപ്പുട്ടിന് പറയുന്നത് ഉതിരെന്നാണ്. ഓക്കെ, ഉതിരും പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്, കരിപ്പൊട്ടി കാപ്പി, ചുട്ട പപ്പടം. ആൻഡ് ഉപ്പ് എന്തിനാ വെച്ചിരിക്കുന്നത്? അതും ഉണ്ടോ സാധാരണ? അല്ല, മുട്ടയുടെ കൂടെ കഴിക്കുന്നു ഉപ്പ്. അയ്യോ, അത് കൊള്ളാം. ക്യൂട്ട്. അപ്പോൾ ഇത് സാധാരണക്കാരുടെ ഭക്ഷണം തന്നെയായിരുന്നു അല്ലേ? നമ്മൾ ഡെയിലി നമ്മൾ ഉണ്ടാക്കുന്ന പുട്ട് ഒന്നേ അരിപ്പുട്ട് അല്ലെങ്കിൽ റവ പുട്ട് അല്ലെങ്കിൽ ഇടയ്ക്ക് മേ ബി മറ്റേ ഗോതമ്പൂട്ട് മാത്രം. കപ്പയിട്ട് ഞാൻ പുട്ടുണ്ടാക്കി. ഞാൻ നോക്കിയപ്പം മറ്റേ പച്ചക്കപ്പ ചീകിയിട്ട് അത് ചെയ്യും. അത് ഇത് ഉണക്കി നമ്മൾ കുഴയ്ക്കാറുണ്ട്, പക്ഷേ പുട്ടുണ്ടാക്കിയിട്ടില്ല ഇതുവരെ. ഞാനിതിനു വേണ്ടി തന്നെ നോക്കിയത്. പുതിയ അറിവായിരുന്നു. അതെ. ഓക്കെ. അതിൻ്റെ കൂടെ ഇത് നല്ല കോമ്പിനേഷൻ ആണോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എൻ്റെ ഫാദർ പറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത് ഈ കരിപ്പോട്ടി കാപ്പി, മുട്ട പുഴുങ്ങിയത്, അതൊക്കെ റിച്ച്, അന്നത്തെ ഫാമേഴ്സ് കൃഷിക്കാരാകുമ്പോൾ ഈ റിച്ച് ഫുഡല്ലേ അവരെല്ലാം കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുട്ട ഏത്തക്ക പുഴുങ്ങിയത് അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു. പല ആരോഗ്യം കിട്ടാനല്ലേ, പണി ചെയ്യാനായിട്ട്. ഒപ്പം നമ്മൾ കോൺഫ്ലെക്സ് കഴിക്കുന്നത്. ഇപ്പോൾ കോൺഫ്ലെക്സ് കഴിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്മിത ഉതിര് എന്ന് പറയുന്ന ഈ ഉണക്ക കപ്പ വെച്ചിട്ടുള്ള പുട്ട്, അതിൻ്റെ കോമ്പിനേഷൻസ്, കരിപ്പൊട്ടി കാപ്പി അല്ലേ, കരിപ്പൊട്ടി കാപ്പി, ഇതെല്ലാം കൂടി തയ്യാറാക്കിയെന്ന് കാണാം. ഇന്നിവിടെ ഗ്രാൻഡ് മദേഴ്സ് റൗണ്ടിൽ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നതാണെങ്കിൽ കപ്പപ്പുട്ടാണ്. പച്ചക്കപ്പ നമ്മളാണെങ്കിൽ അരിഞ്ഞ് ഉണക്കിയിട്ട് പിന്നെ അത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പിന്നെ അത് പൊടിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ കപ്പപ്പുട്ട്. ഇതിൻ്റെ ടെക്സ്ചർ നമുക്ക് ഏതാണ്ട് ഈ ഗോതമ്പൊടിയുടെ ടെക്സ്ചർ പോലെ നമ്മൾ ആക്കി വെക്കും, അത്രയും നമ്മൾ പൊടിച്ച് വെക്കും. പിന്നെ അതിൻ്റെ കൂടെ ആണെങ്കിൽ കരിപ്പോട്ടി കാപ്പി, ഏത്തക്ക പുഴുങ്ങിയതും പിന്നെ ആണെങ്കിൽ മുട്ട പുഴുങ്ങിയതുമാണ് അതിൻ്റെ കൂടെ ഫുള്ളായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്കാണെങ്കിൽ പുട്ടിനുള്ള നനയ്ക്കാം. ഞാനിവിടെ 3/4 കപ്പോളം കപ്പയുടെ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി അരിപ്പൊടിയും കൂടി ഇടാം. ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റബ്ബറി ടെക്സ്ചർ മാറാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി ഇടുന്നത്. ഇതാണെങ്കിൽ ഞാനത് മുട്ട പുഴുങ്ങാനും പിന്നെ ആണെങ്കിൽ ഏത്തക്ക പുഴുങ്ങാനും വെക്കുന്നുണ്ട്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടേക്കുന്നത് കഴിക്കാൻ തന്നെ നമുക്ക് പെട്ടെന്ന് തൊലി ഇളക്കാൻ വേണ്ടിയിട്ടാണിത്. നമ്മൾ ഈ കപ്പ പൊടിക്കുന്നതിലോട്ട്, കപ്പ നനയ്ക്കുന്നതിലോട്ട് നമ്മൾ ഇച്ചിരി ഏലക്കപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഒരു മണത്തിന് വേണ്ടി. നനച്ചു തുടങ്ങാം നമുക്കിനി. ഇതാണെങ്കിൽ ഒത്തിരി വെള്ളം കൂടിപ്പോയാൽ ഇതാണെങ്കിൽ അങ്ങനെ നമ്മളങ്ങ് പശയായിപ്പോകും. കാരണം എന്ന് വെച്ചാൽ കപ്പയ്ക്ക് ഓൾറെഡി ഇച്ചിരി പശപ്പുള്ളത് കൊണ്ട് നമ്മൾ ഈ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ച് നനയ്ക്കെടുക്കാനേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒത്തിരി കൂടി കഴിഞ്ഞാൽ പശയായിപ്പോൾ അങ്ങ് ബോൾ പോലെ ആയിപ്പോൾ. നമ്മൾ ഈ ഉണക്കിയ കപ്പയും കൊണ്ട് പുട്ടല്ല നമ്മൾ പിന്നെ കുഴയ്ക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും ചെയ്യാറുണ്ട്, ഈ ഉണങ്ങിയ കപ്പ എടുത്ത് കുഴയ്ക്കുന്നത്. പക്ഷേ ഈ പുട്ടൊന്നും ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. ഇതുവരെ പിന്നെ അമ്മച്ചി പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യാൻ. നനച്ച് കഴിയാറായി. കുറച്ചുകൂടെ
നനച്ച് കഴിഞ്ഞു. നമുക്കിനി ഇത് ആവി കയറ്റാൻ വെക്കാം. നനച്ച് കഴിഞ്ഞു. നമുക്കിനി ഇത് കുട്ടിയിൽ വെക്കാം. ഇത് തേങ്ങ, സ്മിത സ്റ്റീം ചെയ്യുന്ന വിഭവം എന്തോ ആണ്. എന്താണ്? ഇതാണ് ഞാൻ മെയിൻ. ഇത് കപ്പപ്പുട്ടാണ്. അപ്പൊ അതിൻ്റെ കൂടെ അക്കമ്പനിമെന്റ്സ് ആയിട്ട് മുട്ട പുഴുങ്ങിയത്, പിന്നെ ഏത്തക്ക പുഴുങ്ങിയത്, പിന്നെ കരിപ്പോട്ടി കാപ്പി. അപ്പോൾ നാടൻ സാധാരണ ഒരു എന്താ പറയാ, കപ്പ വെച്ചിട്ട് കപ്പപ്പൊടി വെച്ചിട്ടല്ലേ മരിച്ചിനി പുട്ടെന്ന് പറയുന്നത്. ഞാൻ നെറ്റ് സെർച്ച് ചെയ്തപ്പോൾ കപ്പപ്പുട്ട് പറഞ്ഞ് കണ്ട് നമ്മൾ ഈ പച്ചക്കപ്പ ഗ്രേറ്റ് ചെയ്ത് വെള്ളം ഇതാണെങ്കിൽ കപ്പ ഉണക്കിയിട്ട് എനിച്ചിട്ട് അരിപ്പൊടിയും കൂടി ഇട്ട്. കാരണം കപ്പ ഭയങ്കര ഈ റബ്ബറി ടെക്സ്ചർ ആയതുകൊണ്ട് എനിച്ചിട്ട് അരിപ്പൊടിയും കൂടി ഇട്ട്. പണ്ടത്തെ ആൾക്കാർ എങ്ങനെയായിരുന്നു, അരിപ്പൊടി ചേർക്കുമായിരുന്നോ അതോ റബ്ബറി ഇല്ല ചേർക്കില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി ഒരു അരിപ്പൊടി, കാരണം വെച്ചാൽ ആറുമ്പോൾ ഇച്ചിരി ഹാർഡായി പോകുകൊണ്ട് ഞാൻ അരിപ്പൊടി, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി അരിപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് ഇച്ചിരി അരിപ്പൊടി. നിങ്ങളുടെ ഏത് മുത്തശ്ശി പറഞ്ഞതാണ് ഇത്? എൻ്റെ ഫാദറിൻ്റെ മദർ പറഞ്ഞതാണ് ഇത്. പിന്നെ ഈ മദറിനെ ഒപ്പിച്ചെന്നാണ് ഈ കപ്പ. ഇത് ഏത് ഭാഗത്താണ് സ്മിതയുടെ വീട്? ഞാൻ ചെങ്ങന്നൂരാണ് ബേസിക്കലി. അപ്പോൾ അവിടുന്ന് കിട്ടിയാണ്. അവിടെ ഈ പണ്ട് ഈ കരിമ്പിൻ കൃഷിയൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവിടെ നിന്നാണ് ഈ കരിപ്പോട്ടി കാപ്പി അങ്ങനെ ഈ മരച്ചീനിയുടെ ഒക്കെ അവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഈ കപ്പപ്പൊട്ടി കോമ്പിനേഷൻ. അങ്ങനെ കിട്ടി. പഴം പുഴുങ്ങിയതും മുട്ട വെച്ച്. പുട്ടിൻ്റെ പ്രഷർ കുക്കറിൽ സ്റ്റീം വന്നു തുടങ്ങി. നമുക്കിനി പുട്ട് വേവാൻ വെക്കാം. ഇനി കരിപ്പോട്ടി കാപ്പിക്കുള്ള വെള്ളം ചൂടാക്കാം. ചുക്കാണ്, ചുക്കിടാം. കരിപ്പോട്ടി ഇടാം. ഇച്ചിരി ജീരകം കൂടി ഇടാം. ഇത് സ്റ്റീം വന്ന് നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞ് നമുക്കിനി ഇത് അരിക്കാം. ഇത് അരിച്ചിട്ടാണ് നമ്മൾ ഇതിലോട്ട് കാപ്പിപ്പൊടി ഇടുന്നത്. ഇപ്പം നമ്മുടെ പുട്ടായിട്ടുണ്ട്. കാപ്പിപ്പൊടി ഇട്ടു. നമുക്കിച്ചിരി ചുക്കൂടിടാം.
അപ്പോഴാണെങ്കിൽ റിസർച്ച് വിഫലമായ കപ്പ ഉണക്കിയ പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇത് പറഞ്ഞ പോലെ ഇത് ഇച്ചിരി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി റബ്ബറി ടെക്സ്ചറാണ്. കാരണം ഈ കപ്പയ്ക്ക് നല്ല പശ ഉള്ളതുകൊണ്ട് നല്ല റബ്ബറി ടെക്സ്ചറാണ്. അപ്പോൾ ആ റബ്ബറി ടെക്സ്ചർ ഇച്ചിരി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി ഏലക്ക ഇട്ടിട്ടുണ്ട്, ഏലക്ക പൊടിച്ചും പിന്നെ ആണെങ്കിൽ ഉണക്കക്കപ്പ പൊടിച്ചത്, ഏലക്ക പൊടിച്ചത്, ഉപ്പും കൂടി ഇട്ടാണ് ഞാനിത് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പഴയ കാലത്തതായിട്ടുള്ള പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയതും പിന്നെ അതിൻ്റെ കൂടെ ഒരു കരിപ്പോട്ടി കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ജഡ്ജസിന് ഒന്ന് പ്രസൻറ്റ് ചെയ്യാം, റിവ്യൂ കേൾക്കാം. പക്ഷേ ഈസി പുട്ട് മേക്കിംഗ് ഒരു പ്രോസസ്സ് സെയിം തന്നെയാണ്. പക്ഷേ ഇതിന്റെ നനയ്ക്കാൻ ഇച്ചിരി പട, കാരണം ഒത്തിരി റബ്ബറി ടെക്സ്ചർ ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി ഇച്ചിരി അരിപ്പൊടിയും കൂടെ ചേർത്ത്, ഇച്ചിരി അരിപ്പൊടിയും കൂടെ അതെ റവയുടെ ഒക്കെ ഇച്ചിരി അരി ശരിക്കും ഭയങ്കര റബ്ബറി ടെക്സ്ചർ ആയിരുന്നു. ഓക്കെ, അതുണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ്. എനിക്കിഷ്ടമാണ് ഈ ഉണക്കക്കപ്പയുടെ പുട്ട്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിനങ്ങനെ തന്നെ ഒരു ടെക്സ്ചർ തന്നെയാണ്, ഫ്ലേവർ. അതിൻ്റെ കൂടെ ഈ കോമ്പിനേഷൻസ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഞാൻ ചെങ്ങന്നൂരാണ്. അപ്പം അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഈ കരിപ്പോട്ടി കാപ്പി. അവിടെ കരിമ്പിൻ കൃഷി ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പോൾ ഒന്നുമില്ല. കരിമ്പിൻ കൃഷിയുടെ കൂടെ അപ്പം അന്ന് ശർക്കര കാപ്പി ഉണ്ടായിരുന്നു. വെരി നൈസ്. അപ്പം നമ്മുടെ ചക്കര കാപ്പിയും കൂടി ആകാം. എന്തിനാ കുറയ്ക്കുന്നത്, എല്ലാ കോമ്പിനേഷനും തന്നെ ആയിക്കോട്ടെ. ഒരു പഴം പുഴുങ്ങിയതിൻ്റെ ഒരു അറ്റത്തുനിന്ന് കുറച്ച് അതും കൂടി കഴിക്കാം. ഇതാണ് ശരിക്കും കോമ്പിനേഷൻ അല്ലേ? ആ പപ്പടത്തിൻ്റെ ഒരു ചെറിയ ഉപ്പും പഴത്തിൻ്റെ ഇച്ചിരി മധുരവും അല്ലേ? നൈസ്. ചക്കര കാപ്പിയും